കൂടെ നമുക്ക് ഹൈക്കോർട്ട് അസിസ്റ്റൻ്റെ കഴിഞ്ഞ തവണത്തെ പേപ്പറിൻ്റെ ബാക്കി ചോദ്യങ്ങൾ ചെയ്യാം. ആദ്യത്തെ പാട്ട് നമ്മളൊരു 4 ദിവസം മുമ്പ് ചെയ്തായിരുന്നു. എൻ്റെ ലിങ്ക് ഞാൻ മേളിൽ നിന്ന് കൊടുത്തേക്കാം. വേറെ സാൾട്ട് ലേക്ക് സ്റ്റേഡിയം ഇസ് സിറ്റുവേറ്റഡ്. ഈ സാൾട്ട് ലേക്ക് സ്റ്റേഡിയം എവിടെയാണെന്ന് വെച്ചേക്കുന്നത്? ഈ സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൻ്റെ ശരിക്കുള്ള പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവേകാനന്ദ യുവഭാരതി ക്രീഡാങ്കൺ. ഇതെവിടെയെന്ന് അറിയാമോ? കൽക്കട്ടയിലാണ്. ഇന്ത്യയിൽ ഇപ്പോഴത്തെ ഏറ്റവും വലിയ സ്റ്റേഡിയം നരേന്ദ്രമോദി സ്റ്റേഡിയമാണ് ഗുജറാത്തിലുള്ളത്. അപ്പോൾ നരേന്ദ്രമോദി സ്റ്റേഡിയം വരുന്നതിന് മുമ്പ് ഏറ്റവും കൂടുതൽ സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള സ്റ്റേഡിയമായിരുന്നു ഈ സാൾട്ട് ലേക്ക് സ്റ്റേഡിയം. ക്ലിയർ ആയല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ 4 അബ്രിവിയേഷൻസ് റിലേറ്റഡ് ടു കോവിഡ് ഇൻസിഡൻസ്? കോവിഡായിട്ട് ബന്ധപ്പെട്ട അബ്രിവിയേഷൻ ആയിരുന്നു വെച്ചേക്കുന്നത്. ARPU, TPR, BARC, TRP. ഏത് ആൻസർ? TPR. TPR എന്ന് പറഞ്ഞാൽ ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ്. അടുത്തത്. ടെസ്റ്റിംഗ് ഓഫ് ദ റഷ്യൻ വാക്സിൻ സ്പുട്നിക് 5 ഇൻ ഇന്ത്യ ഹാസ് ബീൻ എൻട്രസ്റ്റഡ് ടു ദ ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ കമ്പനി. ഇത് 2020 കറണ്ട് അഫയേഴ്സ് ആണോ? ക്വസ്റ്റൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റഷ്യയിലെ സ്പുട്നിക് 5 വാക്സിൻ ഇന്ത്യയിൽ ടെസ്റ്റ് ചെയ്യാനായിട്ട് ഏത് ഫാർമസ്യൂട്ടിക്കൽ കമ്പനി ഏൽപ്പിച്ചെന്ന് വെച്ചേക്കുന്നത്? ആൻസർ എന്നറിയാമോ? ഡോക്ടർ റെഡ്ഡി ലബോറട്ടറീസ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് നമ്മുടെ ഡ്രഗ് കൺട്രോൾ ജനറൽ ഓഫ് ഇന്ത്യ ആണ്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഡ്രഗ് കൺട്രോൾ ജനറൽ ആരാണെന്നറിയാമോ? ഡോക്ടർ VG സൊമാനിയാണ്. ഡോക്ടർ VG സൊമാനി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഇസ് ദ ഓൾഡസ്റ്റ് കണ്ടിന്യൂസ്ലി പ്രിൻറ്റഡ് ന്യൂസ് പേപ്പർ? ഇന്ത്യയിൽ ഇപ്പോഴും പ്രിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനകത്ത് വെച്ച് ഏറ്റവും പഴയ ന്യൂസ് പേപ്പർ ആണെന്ന് വെച്ചേക്കുന്നത്. ഓപ്ഷൻസ് നോക്കി. മുംബൈ സമാചാർ, ഹിന്ദുസ്ഥാൻ ടൈംസ്, ടൈംസ് ഓഫ് ഇന്ത്യ, ദ ഹിന്ദു. ഇപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും മുംബൈ സമാചാറാണ് നമ്മുടെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. നെയിം ദ ന്യൂസ് പേപ്പർ സ്റ്റാർട്ടഡ് ബൈ മഹാത്മാഗാന്ധി 1903 ഫ്രം ദർബൻ, സൗത്ത് ആഫ്രിക്ക. ഓക്കെ, 1903 സൗത്ത് ആഫ്രിക്കയിൽ വെച്ച് മഹാത്മാഗാന്ധി തുടങ്ങിയ ന്യൂസ് പേപ്പർ ആണെന്ന് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻസ് നോക്കി. നവജീവൻ, ഇത് മഹാത്മാഗാന്ധി നെഹ്റുവും കൂടെയും ഇന്ത്യയിൽ തുടങ്ങിയ ന്യൂസ് പേപ്പറാണ്. ഇന്ത്യൻ ഒപ്പീനിയൻ, ഇതാണ് നമ്മുടെ ആൻസർ. ഇന്ത്യൻ വേൾഡ്, ഇതിനെപ്പറ്റി ഞാൻ കേട്ടോ, അറിവില്ല. യങ് ഇന്ത്യ, ഇതും മഹാത്മാഗാന്ധി തുടങ്ങിയ ന്യൂസ് പേപ്പർ തന്നെ. ഓക്കെ, നമ്മുടെ ആൻസർ ഇതാ, ഇന്ത്യൻ ഒപ്പീനിയൻ. അടുത്ത ക്വസ്റ്റ്യൻ. ഓഫ് ദ നോബൽ പ്രൈസ് ഇൻസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ആൽഫ്രഡ് നോബൽ, വൺ ഈസ് ഗിവൺ ബൈ നോർവേ ആൻഡ് അതേഴ്സ് ബൈ സ്വീഡൻ. വിച്ച് വൺ ഈസ് ഗിവൺ ബൈ നോർവേ? അതായത് നമ്മുടെ ഈ നോബൽ പ്രൈസുകളിൽ ഒരെണ്ണം മാത്രം നോർവീജിയൻ നോബൽ കമ്മിറ്റി കൊടുക്കുന്നത്. അത് ഏതിനാണെന്ന് ചോദിച്ചേക്കുന്നത്? ഏതിനാണെന്നറിയാമോ? നോബൽ പീസ് പ്രൈസ്. നോബൽ പീസ് പ്രൈസ് മാത്രം നോർവേയിലാണ് കൊടുക്കുന്നത്, ബാക്കിയെല്ലാം സ്വീഡനിലും. ഓക്കെ, അടുത്തത്. The late Irfan Khan, who is spoken to have kept one foot in Mumbai and the other in Los Angeles, originally hailed from. അതായത് നമ്മുടെ ബോളിവുഡ് ആക്ടർ ഇർഫാൻ ഖാൻ ഇല്ലേ, അദ്ദേഹം ശരിക്കും എവിടെ നിന്നാണ്, അദ്ദേഹത്തിൻ്റെ സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചേക്കുന്നത്. ഇവിടെ ഇവരെന്താ ഉദ്ദേശം വെച്ച് കഴിഞ്ഞാൽ, അതായത് ഈ സ്പോക്കൺ ടു ഹാവ് കെപ്റ്റ് വൺ ഫുട്ട് ഇൻ മുംബൈ ആൻഡ് അതർ ഇൻ ലോസ് ഏഞ്ചൽസ്. ഈ മുംബൈ എന്ന് ഉദ്ദേശിച്ചത് ബോളിവുഡും ലോസ് ഏഞ്ചൽസ് ഉദ്ദേശിച്ചത് ഹോളിവുഡും. അതായത് അദ്ദേഹം ബോളിവുഡ് സിനിമകളിൽ സജീവമാണ്, അതുപോലെ ഹോളിവുഡ് സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ശരിക്കും എവിടെ നിന്ന് പറയുമ്പോൾ അദ്ദേഹം ജയ്പൂരിൽ നിന്നാണ്, രാജസ്ഥാൻ. ഓക്കെ, അടുത്തത്. ഇറ്റ് വാസ് ഫോർ ശങ്കരാഭരണം ദാറ്റ് SP ബാലസുബ്രഹ്മണ്യം വോൺ ഹിസ് ഫസ്റ്റ് നാഷണൽ ഫിലിം അവാർഡ് ഫോർ ബെസ്റ്റ് മെയിൽ പ്ലേബാക്ക് സിംഗർ. വിച്ച് ഫിലിം ബ്രോട്ട് ഹിം ഹിസ് സെക്കൻഡ് നാഷണൽ ഫിലിം അവാർഡ്? ഓക്കെ, അതായത് SP ബാലസുബ്രഹ്മണ്യത്തിന് രണ്ടാമത്തെ നാഷണൽ ഫിലിം അവാർഡ് കിട്ടിയത് ഏത് സിനിമയ്ക്കാണെന്ന് ചോദിച്ചേക്കുന്നത്. SPBക്ക് ആദ്യത്തെ നാഷണൽ അവാർഡ് കിട്ടിയത് ശങ്കരാഭരണം എന്നുള്ള മൂവിയിലെ ഓംകാരനാഥൻ എന്നുള്ള പാട്ടിനാണ്. രണ്ടാമത്തേത് ഏക് തുജേക്കലി എന്നുള്ള സിനിമയ്ക്കകത്തെ തേരെ മേരെ ബീച്ച് എന്നുള്ള സോങ്ങിന്. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ. ഇനി മൂന്നാമത്തെ നാഷണൽ അവാർഡ് ഈ സാഗര സംഘം എന്ന് പറഞ്ഞിട്ട് മൂവിനകത്തെ വേദം അനുവനുവുമാന്ന് പറഞ്ഞിട്ട് സോങ് ഉണ്ട്, അതിനകത്താണ് മൂന്നാമത്തെ നാഷണൽ അവാർഡ് കിട്ടിയത്. നമ്മുടെ ആൻസർ ഇതാണ്, ഓപ്ഷൻ സി. അടുത്തത്. ഫിലിം മേക്കർ ചൈതന്യ തമാനേസ് ദ ഡിസിപ്പിൾ വോൺ 2 coveted awards in the Venice Film Festival. ദ ഡിസിപ്പിൾ വാസ് ഡാഷ് ഫിലിം. അതായത് ചൈതന്യ തമാനയുടെ ദ ഡിസിപ്പിൾ എന്നുള്ള മൂവി ഏത് ലാംഗ്വേജിലായിരുന്നു ചോദിച്ചേക്കുന്നത്? ഏതെന്നറിയാമോ? മറാത്തിയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Name the famous Indian Danseuse, wife of dancer and choreographer Uday Shankar, who died at the age of 101 July 2020. ഓക്കെ, അതായത് ഇന്ത്യൻ ഡാൻസർ ആൻഡ് കൊറിയോഗ്രാഫർ ഉദയ് ശങ്കറുടെ വൈഫിൻ്റെ പേരെന്താണെന്ന് വെച്ചേക്കുന്നത്? വൈഫിൻ്റെ പേര് അമല ശങ്കർ എന്നാണ്. ഇവരുടെ മകളാണ് ഈ കിടക്കുന്ന മമത ശങ്കർ. അതായത് ഉദയ് ശങ്കറുടെയും അമല ശങ്കറിൻ്റെയും മകളാണ് മമത ശങ്കർ. ഇനി തനുശ്രീ ശങ്കർ എന്ന് പറയുന്നത് ഇവരുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഒരു ടീച്ചറായിരുന്നു. ഇവർ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ഈ തനുശ്രീ ശങ്കറുടെ മകളാണ് ശ്രീനന്ദ ശങ്കർ. ഓക്കെ, അടുത്തത്. Name the actor who has been honored with the prestigious SDG Special Humanitarian Action Award by the UNDP for helping thousands of migrant workers reach home during COVID lockdown. അതായത് നമ്മുടെ ഫസ്റ്റ് ലോക്ക്ഡൗണില്ലേ, അതിൽ വേറെ അന്യനാട്ടിൽ പെട്ടുപോയ മൈഗ്രൻ്റ് വർക്കേഴ്സിനെ തിരിച്ച് നാട്ടിലേക്ക് കൊണ്ടുവരാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്ത ഒരു ബോളിവുഡ് ആക്ടറുണ്ട്. അദ്ദേഹത്തിന് UNDP, അതായത് യുണൈറ്റഡ് നേഷൻ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം SDG സ്പെഷ്യൽ ഹ്യൂമനിറ്റേറിയൻ ആക്ഷൻ അവാർഡ് കൊടുത്തായിരുന്നു. ഈ SDG എന്ന് പറഞ്ഞാൽ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസാണ്. അപ്പോൾ ഈ അവാർഡ് ആർക്ക് കിട്ടിയെന്ന് വെച്ചേക്കാം? ആർക്കാന്ന് അറിയാമോ? സോനു സൂദിനാണ്. സോനു സൂദ് നമ്മുടെ ഡബാങ്ങിനകത്തെ വില്ലൻ. ഓക്കെ, അടുത്തത്. ഹു ഈസ് ദ ഫസ്റ്റ് റെസിപ്പിയൻറ്റ് ഓഫ് ദ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ഫോർ ആൻ ഇംഗ്ലീഷ് വർക്ക്? അതായത് ആദ്യമായിട്ട് ഒരു ഇംഗ്ലീഷ് വർക്കിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയത് ആർക്കാന്ന് ചോദിച്ചേക്കുന്നത്? ആർക്കാന്നറിയാമോ? RK നാരായണനാണ്. അദ്ദേഹത്തിൻ്റെ ദി ഗൈഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു നോവലിനാണ് ഈ അവാർഡ് കിട്ടിയത്.
പിന്നെ നമുക്കറിയാം ആർ കെ നാരായണൻ്റെ മിക്ക വർക്കുകളും ഒരു സാങ്കല്പിക ഗ്രാമം, അതായത് മാൽഗുഡി എന്ന് പറഞ്ഞിട്ട് സൗത്ത് ഇന്ത്യയിലുള്ള മാൽഗുഡി എന്ന് പറയുന്ന ഒരു സാങ്കല്പിക ഗ്രാമത്തെ ബേസ് ചെയ്തിട്ടാണ് ഇദ്ദേഹത്തിൻ്റെ മിക്ക വർക്കുകൾ. നമ്മൾ പണ്ട് ദൂരദർശനിൽ ഇത് മാൽഗുഡി ഡേയ്സ് എന്ന് പറഞ്ഞിട്ടൊരു സീരിയൽ കണ്ടിട്ടുണ്ടാവും. അത് ഇദ്ദേഹത്തിൻ്റെ നോവലല്ല, ഒരു ഷോർട്ട് സ്റ്റോറികളുടെ കളക്ഷൻ എന്ന് തോന്നുന്നു. അത് ബേസ് ചെയ്തിട്ടാണ് ആ സീരിയൽ ഇറക്കിയത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. നെയിം ദ നോവൽ ഓഫ് ചാൾസ് ഡിക്കൻസ് വിച്ച് ഹാസ് എ ഫേമസ് സോങ് ഇറ്റ് വാസ് ദ ബെസ്റ്റ് ഓഫ് ടൈംസ്, ഇറ്റ് വാസ് ദ വേഴ്സ്റ്റ് ഓഫ് ടൈംസ്, ഇറ്റ് വാസ് ദ ഏജ് ഓഫ് വിസ്ഡം, ഇറ്റ് വാസ് ദ ഏജ് ഓഫ് ഫൂളിഷ്നെസ്. ഓക്കെ, ഈ ചാൾസ് ഡിക്കൻസിൻ്റെ ഏത് നോവലിനാണ് ഈ സോങ് ഉള്ളതെന്ന് ചോദിച്ചേക്കുന്നത്? അത് എ ടെയിൽ ഓഫ് ടു സിറ്റീസ്. ഇനി ഈ കിടക്കുന്ന നോവൽസ് എല്ലാം ചാൾസ് ഡിക്കൻസിൻ്റെ നോവൽ തന്നെയാണോ? ഓക്കെ, അടുത്തത്. ദ ലേറ്റസ്റ്റ് നൊബേൽ ലോറിയറ്റ് ഫോർ ലിറ്ററേച്ചർ, അമേരിക്കൻ പോയറ്റ് ആൻഡ് എസ്സേയിസ്റ്റ് ലൂയിസ് എലിസബത്ത് ഗ്ലക്ക് ഷെയർസ് കിൻഷിപ്പ് ഓഫ് സെൻസിബിലിറ്റി വിത്ത് ഗ്രേറ്റ് അമേരിക്കൻ പോയറ്റ് എമിലി ഡിക്സൺ. അതായത് ഇത് 2020 കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റൻ ആണ്. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ 2020 നോബൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ വിന്നർ ലൂയിസ് എലിസബത്ത് ഗ്ലക്കിനും അതുപോലെ അമേരിക്കൻ പോയറ്റ് എമിലി ഡിക്സണും കിൻഷിപ്പ് ഓഫ് സെൻസിബിലിറ്റി ഉണ്ട്. കിൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ബന്ധം, സെൻസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആർട്ട് വർക്ക് അല്ലെങ്കിൽ ഒരു പോയം ഇത് ഡീപ്പായിട്ട് മനസ്സിലാക്കാനുള്ള കഴിവ്. അപ്പോൾ ഈ ഒരു കഴിവ് 2 പേർക്കും ഉണ്ടെന്നാണ് പറയുന്നത്. ടു വിച്ച് സെഞ്ചുറി ഡിഡ് എമിലി ഡിക്സൺ ബിലോങ്? എമിലി ഡിക്സൺ ഏത് കാലഘട്ടത്തിലാണ് ജീവിച്ചത് നമ്മുടെ ചോദിച്ചേക്കുന്നത്? എമിലി ഡിക്സൺ 1800 ഈ കാലഘട്ടമായിരുന്നു. 1800 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 19-ാം നൂറ്റാണ്ട്. ഓക്കെ, അടുത്തത്. ഫസ്റ്റ് ക്രിക്കറ്റ് ക്ലബ് ഔട്ട്സൈഡ് ബ്രിട്ടൻ. ബ്രിട്ടന് പുറത്തുണ്ടായ ആദ്യത്തെ ക്രിക്കറ്റ് ക്ലബ്ബ് ഏതാണെന്ന് ചോദിച്ചേക്കുന്നത്? ഏതാണെന്നറിയാമോ? കൽക്കട്ട ക്രിക്കറ്റ് ക്ലബ്ബാണ്. അടുത്തത്. വിത്ത് വിച്ച് സ്പോർട്സ് അമേരിക്കൻ കപ്പ് അസോസിയേറ്റഡ്? അമേരിക്കൻ കപ്പ് ഏത് സ്പോർട്സുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിച്ചേക്കുന്നത്? അമേരിക്കൻ കപ്പാണ്. അമേരിക്കൻ കപ്പ് യാച്ച് റേസിംഗ് ആണ്. ഇനി വേറെ ഒരെണ്ണമുണ്ട്, കോപ്പ അമേരിക്ക, അത് ഫുട്ബോളാണ്, നിങ്ങൾക്കറിയാം. അടുത്തത്. നെയിം ദ സൂപ്പർഫാസ്റ്റ് ഡെയിലി എക്സ്പ്രസ് ട്രെയിൻ ദാറ്റ് റൺസ് ബിറ്റ്വീൻ മധുരൈ ആൻഡ് ചെന്നൈ. മധുരയ്ക്കും ചെന്നൈക്കും ഇടയ്ക്ക് ഓടുന്ന സൂപ്പർഫാസ്റ്റ് ഡെയിലി എക്സ്പ്രസ് ഏതാണെന്ന് ചോദിച്ചേക്കുന്നത്? അതെന്നറിയാമോ? വൈഗ എക്സ്പ്രസ് ആണ്. ഇനി ഇവിടെ പാണ്ഡ്യൻ എക്സ്പ്രസ് കിടക്കുന്നുണ്ട്. പാണ്ഡ്യൻ എക്സ്പ്രസ് മധുരയ്ക്കും ചെന്നൈ എഗ്മോറിനും ഇടയ്ക്ക് ഓടുന്ന ഒരു സൂപ്പർഫാസ്റ്റ് ഡെയിലി ഓവർനൈറ്റ് എക്സ്പ്രസ്സാണ്. നമ്മുടെ ആൻസർ ഇത് തന്നെയാണ്. ഇനി ഇവിടെ ബന്ധൻ എക്സ്പ്രസ് ഉണ്ട്. ഇത് കൽക്കട്ടയ്ക്കും അതുപോലെ ബംഗ്ലാദേശിലെ ഒരു ടൗണിനും ഇടയ്ക്ക് ഓടുന്ന ട്രെയിനാണ്. ഇനി കൊമറ്റ് ഉണ്ട്. കൊമറ്റ് കൊണ്ട് ഉദ്ദേശിച്ചത് കൊച്ചി മെട്രോ ആയിരിക്കും. അടുത്തത്. ദ ന്യൂ റെഗുലേറ്റർ ഫോർ മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് മെഡിക്കൽ പ്രൊഫഷണൽസ് ഇൻ ദ കൺട്രി വിച്ച് റീപ്ലേസസ് മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ ഈസ് നോൺ ആസ്. അതായത് മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ പുതിയ പേരെന്താണെന്ന് വെച്ചിരിക്കുന്നത്? എന്താണെന്ന് അറിയാമോ? NMC ആണ്, നാഷണൽ മെഡിക്കൽ കമ്മീഷൻ. അടുത്തത്. ദ ന്യൂ ജപ്പാനീസ് പ്രൈം മിനിസ്റ്റർ ഹു ഹാസ് സക്സീഡഡ് മിസ്റ്റർ ഷിൻസോ ആബെ. ഷിൻസോ ആബെയ്ക്ക് ശേഷം വന്ന ജപ്പാനീസ് പ്രൈം മിനിസ്റ്റർ ആരെന്ന് വെച്ചിരിക്കുന്നത്? അതേതാ? യോഷിഹിഡെ സുഗയാണ്. അടുത്തത്. വിച്ച് ഓഫ് ദീസ് സ്റ്റേറ്റ്മെൻറ്റ്സ് അബൌട്ട് ആംനസ്റ്റി ഇൻ്റർനാഷണൽ ഇസ് ട്രൂ? ഇതിനകത്ത് ആംനസ്റ്റി ഇൻ്റർനാഷണലായിട്ട് ബന്ധപ്പെട്ട ഏത് സ്റ്റേറ്റ്മെൻറ്റാണ് ശരിയെന്ന് ചോദിച്ചേക്കുന്നത്? നോക്കി. ഇറ്റ് ഹാസ് ഷട്ട് ഡൗൺ ഇറ്റ്സ് ഓപ്പറേഷൻ ഇൻ ഇന്ത്യ. ശരിയാ, ഇന്ത്യയിലെ പ്രവർത്തനങ്ങൾ ആംനസ്റ്റി ഇൻ്റർനാഷണൽ നിർത്തി. ഇറ്റ് ഈസ് എ റെസിപ്പിയൻ്റ് ഓഫ് നോബൽ പീസ് പ്രൈസ്. നോബൽ പീസ് പ്രൈസ് കിട്ടിയിട്ടുണ്ട് പണ്ടാട്ടോ, 1970s 80s എങ്ങാണ്ട്, കൃത്യമായിട്ട് ഓർക്കുന്നില്ല. ഇറ്റ് ഈസ് എമിറേറ്റ്സ് റെഡ് ക്രസൻറ്റ് പേരൻറ്റ് ബോഡി. അതായത് എമിറേറ്റ് റെഡ് ക്രസൻറ്റ് UAEയുടെ പേരൻറ്റ് ബോഡിയാണ് ആംനസ്റ്റി ഇൻ്റർനാഷണൽ. അതല്ല, തെറ്റാ. ഇറ്റ് വാസ് സെറ്റപ്പ് ബൈ പീറ്റർ ബെനൻസൺ ഇൻ 1981. അത് കറക്റ്റാണ്. അപ്പോൾ ഇതിനകത്തെ തേർഡ് വൺ മാത്രമേ തെറ്റുള്ളൂ, ബാക്കിയെല്ലാം ശരിയാണ്. അടുത്തത്. നെയിം ദ എയർക്രാഫ്റ്റ് കാരിയർ വിച്ച് സെർവ്ഡ് ഇന്ത്യൻ നേവി ഫോർ 21 years ദാറ്റ് ഈസ് ഗെറ്റിംഗ് ഡിസ്മാൻഡിൽഡ് അറ്റ് ദ അലാങ് ഷിപ്പ് ബ്രേക്കിംഗ് യാർഡ്. അതായത് 29 വർഷം ഇന്ത്യൻ നേവിയിൽ ഉണ്ടായിരുന്ന ഏത് എയർക്രാഫ്റ്റ് കാരിയറാണ് അലാങ് ഷിപ്പ് ബ്രേക്കിംഗ് യാർഡിൽ വെച്ചിട്ട് ഡിസ്മാൻഡിൽ ചെയ്യാൻ പോകുന്നത്? ഡിസ്മാൻഡിൽ ചെയ്യാന്ന് പറഞ്ഞാൽ ബ്രേക്ക് ചെയ്യുക. അതായത് നമ്മൾ വണ്ടി പൊളിക്കാനൊക്കെ പറയത്തില്ല, വണ്ടി പൊളിച്ചിട്ട് അതിനകത്ത് നമുക്ക് യൂസ് ചെയ്യുന്ന പാർട്സ് നമ്മൾ ഉപയോഗിക്കും, റീസൈക്കിൾ ചെയ്യുന്ന സാധനങ്ങൾ റീസൈക്കിൾ ചെയ്യും, ബാക്കി റോ മെറ്റീരിയലുകൾക്ക് വേണ്ടിയിട്ട് പോകും. ഓക്കെ, അപ്പോൾ ഇതും 2020 കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യനാണ്. നമ്മുടെ ആൻസർ ആണെന്ന് അറിയാമോ? INS വിരാട്ടാണ്. ഇനി ഇവിടെ ഓപ്ഷൻസിൽ INS വിക്രാന്ത് കിടപ്പുണ്ട്. നമ്മൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന ആദ്യത്തെ എയർക്രാഫ്റ്റ് കാരിയറാണ് INS വിക്രാന്ത്. ഇത് ഇതുവരെ കമ്മീഷൻ ചെയ്തിട്ടില്ല, ഇതിൻ്റെ ടെസ്റ്റും ട്രയലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. ഇത് എവിടെ ഉണ്ടാക്കുന്നതെന്ന് അറിയാമോ? നമ്മുടെ കൊച്ചിൻ ഷിപ്പ്യാർഡിലാണ്. ഓക്കെ, ഇനി INS വിക്രാന്ത് നമ്മൾ ഉണ്ടാക്കുന്നതിന് മുമ്പ് നമുക്ക് വേറൊരു വിക്രാന്ത് ഉണ്ടായിരുന്നു, നമ്മുടെ ഇന്ത്യയുടെ ഏറ്റവും ആദ്യത്തെ എയർക്രാഫ്റ്റ് കാരിയറാണ്. നമ്മളത് റഷ്യയിൽ നിന്ന് എങ്ങോട്ടാണ് മേടിച്ചതെന്ന് തോന്നുന്നു. അപ്പോൾ അതിനോടുള്ള ഒരു ആദരസൂചകമായിട്ടാണ് നമ്മളിതിന് INS വിക്രാന്ത് പേരിട്ടത്. ഓക്കെ, അടുത്തത്. ദ സദേൺ സ്റ്റേറ്റ് ഗ്രേഡഡ് അക്കോർഡിംഗ് ടു മെറ്റേണിറ്റി മോർട്ടാലിറ്റി റേറ്റ് 2016 to 18 ഫ്രം ലോവസ്റ്റ് ടു ഹയസ്റ്റ്. അതായത് നമ്മുടെ ഇന്ത്യയിലെ സദേൺ സ്റ്റേറ്റുകളെ ഈ പ്രസവ മരണനിരക്കിൻ്റെ അടിസ്ഥാനത്തിൽ ലോവസ്റ്റ് ടു ഹയസ്റ്റ് രീതിയിൽ ഓർഡർ ചെയ്യാൻ പറഞ്ഞേക്കുക. അപ്പോൾ 2016-18 കാലഘട്ടത്തിൽ ഏറ്റവും കുറവ് കേരളത്തിലും ഏറ്റവും കൂടുതൽ കർണാടകയിലുമായിരുന്നു. ഇനി കേരളത്തിനേക്കാളും കൂടുതൽ തമിഴ്നാട്, അത് കഴിഞ്ഞിട്ട് തെലങ്കാന, അത് കഴിഞ്ഞ് ആന്ധ്രാപ്രദേശ്. അപ്പോൾ ഇതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്തത്. വേർ ഈസ് കില? കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ ഹെഡ് ക്വാർട്ടേഴ്സ്. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയെന്ന് വെച്ചേക്കുന്നത്? എവിടെയെന്ന് അറിയാമോ? തൃശ്ശൂരാണ്. അടുത്തത്.
As per latest amendment to head load workers at approved by the state government, what is the limit to the weight of a loading and unloading laborer can lift at a time? ഇത് 2020 കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റൻ ആട്ടോ. അപ്പോൾ അന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ചുമട്ട് തൊഴിലാളി നിയമത്തിൽ ഒരാൾക്ക് മാക്സിമം എടുക്കാൻ പറ്റുന്ന വെയിറ്റ്, ഒരാൾക്ക് ഒരു സമയം മാക്സിമം എടുക്കാൻ പറ്റുന്ന വെയിറ്റ് എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അത് 55 kg ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. നെയിം ദ വർക്ക് ഓഫ് ജ്ഞാനപീഠ് ലോറിയേറ്റ് അക്കിത്തം അച്യുതൻ നമ്പൂതിരി വിച്ച് വോൺ ഹിം കേരള ആൻഡ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്സ് ഇൻ 1972-73. അതായത് അക്കിത്തത്തിന് 1972-73 കേരള സാഹിത്യ അക്കാദമി അവാർഡും കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും കിട്ടിയ വർക്ക് എന്ന് ചോദിച്ചേക്കുന്നത്. ഏതിനാണെന്ന് പറയുമ്പോൾ ബലിദർശനത്തിനാണ്. ഓക്കെ, അപ്പോൾ കൂട്ടുകാരെ ഇന്നത്തേക്ക് ഇത്രയും ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ബാക്കി ചോദ്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം.